നമ്മൾ കൊറിയൻസിനെ കാണുമ്പോൾ നമ്മൾ എപ്പോഴായാലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടാവും ഇവർക്ക് എങ്ങനെയാണ് ഇത്രയും ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് സ്കിൻ കിട്ടുന്നത്, ഇതുപോലെ നമുക്കും കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ സ്കിൻ അതുപോലെ ആയിരുന്നെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. സോ ടു ബി ഹോണസ്റ്റ്, കൊറിയൻസിൻ്റെ അത്രയും എത്തിയില്ലെങ്കിൽ പോലും നമ്മുടെ സ്കിൻ നമുക്ക് കുറച്ച് ക്ലിയർ ആൻഡ് ഗ്ലോയി ആയിട്ട് വെക്കാനായിട്ടുള്ള കുറച്ച് ഫേമസ് ആയിട്ടുള്ള ടിപ്സ് അത് ഞാനൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ എന്ത് ചെയ്യുന്നതിന് മുൻപും ഒരു കാര്യം പറയാം, കൺസിസ്റ്റൻസി ഈസ് ദ കീ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു 30 days മാക്സിമം ഒരു 30 days എങ്കിലും നിങ്ങൾ ഈ പറയുന്ന ടിപ്സ് ഒന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ നോക്കാം. അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ട്രസ്റ്റ് മീ ഗൈസ്, യു വിൽ ഗെറ്റ് ദാറ്റ് ക്ലിയർ സ്കിൻ. പിന്നെ കുറച്ചും കൂടെ ബെറ്റർ റിസൾട്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറേ സീക്രറ്റ്സ് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ടിരുന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ ഡബിൾ ക്ലെൻസിങ് ആണ്. ഡബിൾ ക്ലെൻസിങ് എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങളൊരു ഓയിൽ ബേസ്ഡ് ക്ലെൻസർ വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു വാട്ടർ ബേസ്ഡ് ക്ലെൻസർ വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്യുക. ഓയിൽ ബേസ്ഡ് ക്ലെൻസർ വെച്ചിട്ട് വാഷ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ മേക്കപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ, മേക്കപ്പ് അല്ലെങ്കിൽ നമ്മളിപ്പം പുറത്ത് പോകുമ്പോൾ മോയ്സ്ചർ സൺസ്ക്രീനൊക്കെ ഇടുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഓയിൽ വെച്ചിട്ട് നമ്മൾ ആദ്യം മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്തിട്ട് വേണം നമ്മൾ വാഷ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ മേക്കപ്പ് സൺസ്ക്രീൻ പോലുള്ള കാര്യങ്ങളൊക്കെ മുഖത്തുനിന്ന് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പാക്കും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് എക്സ്ഫോളിയേറ്റിംഗ്. എക്സ്ഫോളിയേറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്കിന്നിലുള്ള ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് സ്കിൻ സ്മൂത്ത് ആയിട്ടും റേഡിയൻ്റ് ആയിട്ടും വെക്കാനായിട്ട് ഈ എക്സ്ഫോളിയേറ്റിംഗ് സഹായിക്കും. പിന്നെയാണ് നമ്മൾ ഓയിൽ ക്ലെൻസർ യൂസ് ചെയ്തതിന് ശേഷം ഒരു വാട്ടർ ബേസ്ഡ് ക്ലെൻസർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു ഫേസ് വാഷ് ഉപയോഗിക്കാം. അപ്പം നമ്മൾ ആദ്യം ഓയിൽ വെച്ച് കഴുകി കളഞ്ഞിട്ട് അതിലും എന്തെങ്കിലും ലെഫ്റ്റ് ഓവർ ഇമ്പ്യൂരിറ്റീസ് നമ്മുടെ ഫേസിലുണ്ടെങ്കിൽ അത് വാഷ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഈ വാട്ടർ ബേസ്ഡ് ക്ലെൻസർ ഹെൽപ്പാക്കും. അത് എക്സ്ഫോളിയേറ്റ് ചെയ്യുമ്പം ഓവറായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ നിൽക്കരുത്. ആഴ്ചയിലൊരു 2-3 വട്ടം മാത്രം എക്സ്ഫോളിയേറ്റ് ചെയ്യുക. അതൊരു AHA ബേസ്ഡ് എക്സ്ഫോളിയൻസ് ആണ് യൂസ് ആക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഗുഡ് റിസൾട്ട് കിട്ടാനായിട്ട് ഹെൽപ്പാക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ടോണർ. ടോണർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്കിന്നിൻ്റെ pH ബാലൻസ് ചെയ്യുന്ന രീതിയിൽ ഹൈഡ്രേറ്റിംഗ് ടോണേഴ്സ് ആണ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ടോണർ എന്ന് പറയുമ്പം മുഖത്ത് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കരുത്. നിങ്ങളെപ്പോഴും ടോണർ ഒരു കോട്ടൺ ബാൾ വെച്ചിട്ട് മുഖത്ത് ഇങ്ങനെ പാഡ്രൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഫേസിൽ അബ്സോർബ് ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എസെൻസ് ആണ്. ഇതൊരു കൊറിയൻ സ്കിൻ കെയറിൻ്റെ ഹാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഈ എസെൻസ് നിങ്ങളുടെ ഫേസിൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് ഹൈഡ്രേറ്റ് ആക്കി വെക്കാനായിട്ട് ഹെൽപ്പാക്കും. അതുപോലെ തന്നെ സ്കിൻ സെൽസിനെയൊക്കെ ഒന്ന് ടേൺ ഓവർ ചെയ്യാനായിട്ട് ഹെൽപ്പാക്കും. അതുപോലെ തന്നെ സ്കിൻ സെൽസിനെയൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ടും ഹെൽപ്പാക്കും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സിറംസ് യൂസ് ആക്കുക എന്ന് പറയുന്നത്. ഇനിയാണ് നിങ്ങളുടെ സ്കിന്നിൻ്റെ കൺസേണിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് യൂസ് ആക്കുക എന്ന് പറയുന്നത്. വൈറ്റമിൻ സി സിറം യൂസ് ആക്കുകയാണെങ്കിൽ അത് സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഹെൽപ്പാക്കും. അതുപോലെ നിയാസിനമൈഡ് ആണെങ്കിൽ ആക്നെ പിമ്പിൾസ് ഉള്ളവർക്ക് ബെസ്റ്റാണ്. പിന്നെ ഹൈലറോണിക് ആസിഡ് ബേസ്ഡ് സിറംസ് ആണെങ്കിൽ ഒരു ഹൈഡ്രേഷൻ തരാനായിട്ടും ഹെൽപ്പാക്കും. ഷീറ്റ് മാസ്ക് ഫേസിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് റിലാക്സ് ചെയ്തതിന് ശേഷം അത് മാറ്റാവുന്നതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഒരു ഐ ക്രീം അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത്. ഐയുടെ കാര്യം നമ്മൾ ഫേസ് ബാക്കിയെല്ലാം ശ്രദ്ധിക്കുമ്പം ഐയുടെ കാര്യം ഒരിക്കലും മറക്കരുത്. ഐ ക്രീം നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് ഫിംഗർ വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത്. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിന്നിലെ മോയ്സ്ചറിനെ അത് ലോക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പാക്കും. അതുപോലെ ഓയിലി സ്കിന്നുള്ളവർക്കും മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ലാസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനിൽ സൺസ്ക്രീനെ ഉൾപ്പെടുത്താം. ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് അറിയാമല്ലോ, നിങ്ങൾക്ക് സൺ ഡാമേജ് ചെയ്തിട്ട് പ്രൊട്ടക്ഷൻ തരും. അതുപോലെ ഏജിങ്ങിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ തരാനായിട്ട് ഹെൽപ്പാക്കും. കുറച്ച് ടിപ്സും കൂടെ ഞാൻ പറഞ്ഞുതരാം. കൊറിയൻ സ്കിൻ കെയറിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡബിൾ ക്ലെൻസിങ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു ക്ലിയർ ഗ്ലാസ് സ്കിൻ കിട്ടാനായിട്ട് ഹൈഡ്രേഷനാണ് സ്കിൻ കെയറിൽ വേണ്ടത്. അതുകൊണ്ട് തന്നെ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ടോണേഴ്സ്, എസെൻസ്, സിറംസ് ഒക്കെ യൂസ് ആക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഉള്ളതാണ് അപ്ലൈ പ്രോഡക്ട്സ് ഫ്രം തിന്നസ്റ്റ് ടു തിക്കസ്റ്റ്. അതായത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ്, അതായത് ഇപ്പോൾ പറഞ്ഞ പോലെ സിറംസ്, എസെൻസ്, ടോണേഴ്സ് ഒക്കെ ആദ്യം യൂസ് ആക്കിയതിന് ശേഷം പിന്നെ ഹെവിയർ ആയിട്ടുള്ള മോയ്സ്ചറൈസർ, സൺസ്ക്രീനൊക്കെ പിന്നീട് യൂസ് ആക്കാം. അപ്പം അത് അങ്ങനെ യൂസ് ആക്കുമ്പം ഇത് കുറച്ചും കൂടെ ഫേസിലേക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് ഹെൽപ്പാക്കും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രോഡക്ട്സ് പാക്ക് ചെയ്യുക മാത്രമേ ചെയ്യാവുള്ളൂ. ഒരിക്കലും റബ്ബ് ചെയ്യരുത്.
അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പാറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, പ്രോഡക്ട്സ് കുറച്ചും കൂടെ സ്കിന്നിലേക്ക് അബ്സോർവ് ചെയ്യാനായിട്ട് ബൂസ്റ്റ് ആക്കും. അതുപോലെ തന്നെ ഇറിറ്റേഷനൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ആക്കും. കൊറിയക്കാരുടെ സ്കിൻ കെയറിലെ ഒരു മെയിൻ ഹീറോ എന്ന് പറയുന്നത് തന്നെ ഈ റൈസ് വാട്ടർ ആണല്ലോ. അപ്പോൾ റൈസ് വാട്ടറിൻ്റെ എക്സ്ട്രാക്റ്റ് അടങ്ങിയിട്ടുള്ള ടോണറൊക്കെ യൂസ് ആക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് സ്കിൻ കെയറിൽ സ്കിൻ കെയറിൽ സിറം അല്ല ടോണറിൽ നിങ്ങൾക്ക് DIY റൈസ് വാട്ടർ ടോണർ യൂസ് ആക്കാവുന്നതാണ്. അത് ഞാൻ ചെയ്ത ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത് തന്നെ ആ ഒരു DIY റൈസ് വാട്ടർ ടോണർ തന്നെ ഫേസിൽ ഒരു മാക്സിമം ഒരു 30 days യൂസ് ആക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഫേസിൽ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ബ്രാൻഡ്സ് അല്ല, പ്രോഡക്ട്സിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. അവരുടെ ഒരു സ്കിൻ കിട്ടാനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ ഒരു ഹെൽത്തി ഡയറ്റും അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നല്ല ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്, ഫുഡ്സൊക്കെ കഴിക്കാനായിട്ട് നോക്കുക. സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക, അത്രയൊക്കെ തന്നെ ധാരാളം. പിന്നെ ഗുഡ് സ്ലീപ്പ്, നല്ലതായിട്ട് ഉറങ്ങാനും നോക്കാം. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാം, കൺസിസ്റ്റൻസി വേണം. അതുപോലെ തന്നെ നമുക്ക് ക്ഷമയും വേണം. ഈ കൊറിയൻ സ്കിൻ കെയർ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരു രാത്രി കൊണ്ട് കിട്ടുന്ന കാര്യമൊന്നുമല്ല. നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് അതുപോലെ തന്നെ ഒരു മാക്സിമം ഒരു മാസമെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യണം. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ആക്കണം. അങ്ങനെയാണല്ലോ നിങ്ങൾക്ക് ഗുഡ് റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് കൊറിയൻ സ്കിൻ കെയറിൻ്റെ കുറച്ചൊക്കെ സീക്രട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.